ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പുറത്തുവിട്ടിരിക്കുകയാണ് ബി.ജെ.പി. അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അതായത് ഈ വരാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയും യു.ഡി.എഫും തമ്മിലാണ് മത്സരമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രമുഖ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ചന്ദ്രശേഖർ ഈ സത്യം തുറന്നു പറഞ്ഞത്. അതായത് CPM-ഉം LDF-ഉം തങ്ങൾക്ക് എതിരാളികളല്ല എന്നും തങ്ങളുടെ ഭാഗമാണെന്നുമുള്ളൊരു അർത്ഥത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യം പറഞ്ഞത് എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നുണ്ട്. കാരണം CPM-നെ ഒരു ശത്രുവായി കാണേണ്ടെന്നും അങ്ങനെ ഒരു മനോഭാവമില്ലാത്ത തരത്തിലേക്ക് BJP മാറി എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അതുമല്ല, CPM-ഉം BJP-യും രഹസ്യ ബാന്ധവമുള്ളത് കൊണ്ടാണോ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കാൻ രാജീവ് ചന്ദ്രശേഖരനെ പ്രേരിപ്പിച്ചതെന്നും സംശയിക്കുന്നുണ്ട്. ഏതായാലും CPM-ന്റെ കൂടെ നിന്ന് അവരുടെ വോട്ടുകൾ പരമാവധി ഒപ്പിച്ചെടുത്ത് പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള തന്ത്രം ഉണ്ടെന്നാണ് പറയുന്നത്. കേരളത്തിൽ LDF വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യത വെറും വട്ടപൂജ്യം മാത്രമാണെന്നാണ് BJP അധ്യക്ഷൻ പറയുന്നത്. LDF-ന്റെ പോരായ്മകൾ കണ്ടുകൊണ്ട് ആ വഴിയിലൂടെ തന്നെ സഞ്ചരിച്ച് ആ വോട്ടുകൾ കൂടി പിടിച്ചെടുക്കാനാണ് BJP-യുടെ നീക്കം. അതായത് CPM-നെ ഒരു ശത്രുവായി കാണാതെ അവരുടെ ന്യൂനതകൾ കാണിച്ച് ഒരിക്കലും കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്തവരുടെ വോട്ടുകൾ BJP-യിലേക്ക് ആകർഷിക്കാനാണ് ഇപ്പോൾ ശ്രമം തുടങ്ങിയത്. BJP പറയുന്നത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് പിടിക്കുന്നതിനുള്ള CPM-ന്റെ ഒരു ശ്രമവും ഇവിടെ നടക്കില്ല എന്ന് BJP ഉറപ്പിക്കുന്നു. യുവാക്കളുടെ വോട്ടും CPM-ന് ലഭിക്കില്ല. SFI-ക്കാർ പോലും CPM-ന് വോട്ട് ചെയ്യില്ല. NDA എത്ര സീറ്റ് നേടുമെന്ന് പ്രവചിക്കാനാകില്ലെങ്കിലും കേരളത്തിൽ BJP വലിയ തോതിൽ വിജയിക്കുന്ന തരത്തിലുള്ള മത്സരം കാഴ്ചവെക്കുമെന്നും അധ്യക്ഷൻ വ്യക്തമാക്കുന്നു. എല്ലാം CPM-ന്റെ വോട്ട് ബാങ്ക് കണ്ടുകൊണ്ട് തന്നെയാണ്. എല്ലാ മണ്ഡലത്തിലും BJP സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്നും അദ്ദേഹം പറയുന്നു. മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥികളാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുമ്പോൾ CPM-ന് ഇഷ്ടപ്പെട്ട ആളുകളെ BJP-യുടെ സ്ഥാനാർത്ഥികളായി നിർത്തുന്ന തരത്തിലുള്ള ചില ആലോചനകളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. BJP-യുടേത് വർഗീയ രാഷ്ട്രീയമാണെന്ന് എതിരാളികൾ ആരോപിക്കുന്നതിനെ മറികടക്കാനാണോ ഈ വികസന രാഷ്ട്രീയം ഉയർത്തുന്നത് എന്ന ചോദ്യത്തിന് വാജ്പേയി മുതൽ മോദി വരെ ഒരു BJP നേതാവിൽ നിന്നും വർഗീയ പരാമർശങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടായിട്ടില്ല എന്നും എന്നാൽ നാടിൻ്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും പൈതൃകത്തിലും അഭിമാനം കൊള്ളുന്ന പാർട്ടിയാണ് BJP എന്നും പരസ്യമായി പറയുകയാണ് രാജീവ് ചന്ദ്രശേഖർ. സത്യത്തിൽ നരേന്ദ്രമോദി എന്ന് കേൾക്കുമ്പോൾ ഭയക്കുന്ന പിണറായി വിജയൻ, BJPക്ക് ജയിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കിക്കൊടുത്ത പിണറായി വിജയൻ തട്ടിപ്പു കേസുകളിൽ നിന്നും സ്വന്തം കുടുംബത്തെ രക്ഷിക്കാനുള്ള തിടുക്കത്തിൽ പാർട്ടിയെ തന്നെ നിലം പരിശാക്കിയതാണ്. BJPക്ക് പോലും എതിരാളിയല്ല എന്നുള്ള നിലയിലേക്ക് കേരളത്തിൽ CPM-ഉം LDF-ഉം കൂപ്പുകുത്തിയത് അതുകൊണ്ട് തന്നെയാണ്. ഇടത് വലത് മുന്നണികൾ നേർക്കുനേർ പോരാടേണ്ടുന്ന ഒരു സംസ്ഥാനത്ത് BJPയെ പ്രതിഷ്ഠിച്ചതും അവർക്ക് ഇത്രയും ആത്മവിശ്വാസത്തോടെ മത്സരിക്കാനുള്ളൊരു അവസരം നൽകിയതും പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ് BJP അധ്യക്ഷൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് കിട്ടുന്നത്.